നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പല വീഡിയോ ചെയ്യുന്ന സമയത്തും പല ആളുകളും ചോദിക്കാറുണ്ട്, അതിൽ GST എന്താണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ചാർജ് എന്താണ്, അല്ലെങ്കിൽ ഫോർമാൻ കമ്മീഷൻ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ഇടാറുണ്ട്. ചിട്ടിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തും അതിൽ നമ്മൾ GST കുറിച്ചും അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ചാർജ് അതുപോലെ തന്നെ ഫോർമാൻ കമ്മീഷനെ കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും ചില ആളുകളെ അത് ശ്രദ്ധിക്കാൻ ഇടവരാറില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് മാത്രം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് മാത്രമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു തരും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ 1,00,000 രൂപയുടെ ചിട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ എത്ര രൂപയാണ് ഫോർമാൻ കമ്മീഷൻ, അതിൽ എത്രയാണ് GST പിടിക്കുന്നത്, അതിൽ എത്രയാണ് ഡോക്യുമെന്റേഷൻ ചാർജ് പിടിക്കുന്നത്, അങ്ങനെ ഒരു 2-3 ചിട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ 1,00,000 രൂപയുടെ ചിട്ടിയാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ അതിൽ വരുന്നത് ഫോർമാൻ കമ്മീഷൻ വന്നിട്ട് 5,000 രൂപയാണ്. അതിൽ GST വന്നിട്ട് 900 രൂപയാണ്. പിന്നെ ഡോക്യുമെന്റേഷൻ ചാർജ് വന്നിട്ട് 236 രൂപയാണ്. ഇതാണ് 1,00,000 ചിട്ടിയിൽ നിങ്ങൾ ചേരുന്ന സമയത്ത് കോമൺ ആയിട്ട് ആ ചിട്ടിയിൽ നിന്ന് പിടിക്കുന്ന. അതേ സ്ഥാനത്ത് 2,00,000 ചിട്ടിക്ക് വരുന്നത് ഫോർമാൻ കമ്മീഷൻ വന്നിട്ട് 10,000 രൂപയാണ്. GST ഇനത്തിൽ പിടിക്കുന്നത് 1,800 രൂപയാണ്. ഡോക്യുമെന്റേഷൻ ചാർജ് വന്നിട്ട് 236 രൂപയാണ്. 2,00,000 ചിട്ടിയാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ അതിൽ നിന്നും ഈടാക്കുന്ന ഫോർമാൻ കമ്മീഷൻ പറഞ്ഞത് 10,000 രൂപയാണ്. GST 2,00,000 രൂപയ്ക്ക് 1,800 വരും. ഡോക്യുമെന്റേഷൻ ചാർജ് പറയുമ്പോൾ ഒരു ചിട്ടിയിൽ 236 രൂപയാണ് ഈടാക്കുന്നത്. അപ്പൊ അങ്ങനെ 236. അപ്പൊ 1,00,000 ചിട്ടിക്ക് എത്ര പിടിക്കുന്നത് മനസ്സിലായി, 2,00,000 ചിട്ടിക്ക് എത്ര പിടിക്കുന്നത് മനസ്സിലായി. 3,00,000 ചിട്ടിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 3,00,000 ചിട്ടിക്ക് ഫോർമാൻ കമ്മീഷൻ വന്നിട്ട് 15,000 രൂപ, GST വന്നിട്ട് 2,700 രൂപ, ഡോക്യുമെന്റേഷൻ ചാർജ് വന്നിട്ട് 236 രൂപ. അപ്പൊ 3,00,000 ചിട്ടിക്ക് പിടിക്കുന്നത് 15,000 രൂപ ഫോർമാൻ കമ്മീഷൻ, 2,700 രൂപ GST, 236. അപ്പൊ ഈ 236 ഡോക്യുമെന്റേഷൻ ചാർജ് വന്ന് എല്ലാ ചിട്ടിയിലും കോമൺ ആയിട്ട് ഒരു ചിട്ടിയിൽ 236 രൂപയാണ് വരുന്നത്. 5,00,000 ചിട്ടിക്ക് എത്ര രൂപയാണ് പിടിക്കുന്നത് നോക്കാം. 5,00,000 ചിട്ടിക്ക് ഫോർമാൻ കമ്മീഷൻ വന്നിട്ട് 25,000 രൂപയാണ്. GST വന്നിട്ട് 4,500 രൂപയാണ്. ഡോക്യുമെന്റേഷൻ ചാർജ് വന്നിട്ട് 236 രൂപ. ഇതാണ് 5,00,000 ചിട്ടിയിൽ പിടിക്കുന്നത്. പക്ഷേ 10,00,000 ചിട്ടിക്ക് പോകുന്ന സമയത്ത് 10,00,000 ചിട്ടിയിൽ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് 50,000 രൂപയാണ്. GST വന്നിട്ട് 9,000 രൂപ വരും. ഡോക്യുമെന്റേഷൻ ചാർജ് 236 രൂപ വരും. ഇങ്ങനെയാണ് GST, ഫോർമാൻ കമ്മീഷൻ അതുപോലെ ഡോക്യുമെന്റേഷൻ ചാർജും KSF ഏതൊരു ചിട്ടി ചേർന്നതിന് കോമൺ ആയിട്ട് അതിന് ഈടാക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഏത് ചിട്ടിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ GST, ഡോക്യുമെന്റേഷൻ ചാർജ് അതുപോലെ തന്നെ ഫോർമാൻ കമ്മീഷൻ ഒരു വിശദമായ വീഡിയോ തന്നെയാണ് നമ്മളിന്ന് ചെയ്തത്. കാരണം നിങ്ങൾക്കത് പല ആളുകൾക്കും അറിയാത്തവരുണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടി കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത്രയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.